ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? എന്താണോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവൽ, നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ലെവലിന്റെ മുകളിൽ നിന്ന് ഷാർപ്പായിട്ടുള്ള ഒരു ട്രേഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് വരെയുള്ള ഒരു ട്രേഡ് നമുക്ക് വന്നിട്ടുണ്ട്. ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ എക്സാക്ട്ലി എന്താണോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽ, ആ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. ഇന്നലത്തെ അനാലിസിസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഞാൻ ഒരു 200 പോയിന്റ്സിന്റെ റേഞ്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈവൻ ദോ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 47,800 എന്നുള്ള ലെവലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ലെവലിന്റെ ഉള്ളിൽ സ്കാൽപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എന്റെ വ്യൂ. സ്റ്റിൽ അത് തന്നെയാണ് എന്റെ വ്യൂ. മാർക്കറ്റ് ലോവർ സൈഡ് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും 47,800 എന്നുള്ള റേഞ്ച് എന്നെ സംബന്ധിച്ച് താഴത്തേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലാണ്. ആ ഒരു ലെവലിന്റെ താഴെ വന്നാൽ മാത്രമേ ഞാൻ ഷോർട്ട് സൈഡിലേക്ക് അഗ്രസീവ് ആവുകയുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഞാനൊരു സ്കാൽപ്പർ മാത്രമായിരിക്കും. ആൻഡ് ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എവിടെയാണോ നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റിലേക്ക് എത്തിയ പോയിന്റ് ആണ്. അതായത് ഓൾ ടൈം ഹൈനെ ലൈക്ക് ഇൻ ദ സെൻസ് ഡേ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ടാർഗറ്റ് വരെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് എത്തി. ആൻഡ് അവിടെ ആ ഒരു സമയത്ത് ഓൾമോസ്റ്റ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി പ്രോപ്പറായിട്ട് കൺഫ്യൂഷൻ ആയിരുന്നു. ഇൻ ദ സെൻസ് ബാങ്ക് നിഫ്റ്റിക്ക് പറ്റുന്നില്ല, ഹൈനെ പോലും ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ, ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു പോയിന്റ് നിന്നാണ് ഞാൻ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറഞ്ഞത്. അതുവരെ ഞാൻ ക്ലിയർ ആയിട്ടുള്ള എന്റെ വ്യൂ എന്തായിരുന്നു, ആ ഒരു വ്യൂ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. മുകളിലേക്ക് ചെറിയൊരു സ്കാൽപ്പ് എനിക്ക് കിട്ടി. താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത പോയിന്റ് നിന്നാണ് എനിക്കൊരു ഷോർട്ട് ട്രേഡ് വന്നിട്ടുള്ളത്. അത് അപ്ഡേറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. അതിന് മുമ്പേ മാർക്കറ്റ് താഴത്തേക്ക് എത്തി എന്നുള്ളതാണ്. ആൻഡ് പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു 200 പോയിന്റ്സിന്റെ ഒക്കെ റേഞ്ച് അല്ലെങ്കിൽ മാർക്കറ്റിലെ ഒരു റേഞ്ച് കണ്ടാൽ മാത്രമേ ഞാൻ അവിടെ ട്രേഡ് എടുക്കാറുള്ളൂ എന്നുള്ളത്. ഇന്നത്തെ എന്റെ താഴത്തേക്കുള്ള ട്രേഡ് ഒരു സ്കാൽപ്പ് ട്രേഡ് തന്നെയായിരുന്നു. ഈവൻ എന്തോ നമ്മൾ പ്രീമിയത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൂവുകൾ പ്രീമിയത്തിൽ നിന്ന് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് നമ്മളൊക്കെയായിട്ട് നമ്മൾ കുറച്ച് റൂൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് മാർക്കറ്റിൽ ഒരു റേഞ്ച് ഉണ്ട്, ട്രേഡ് ചെയ്യാൻ മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് മൂവ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന പോയിന്റിൽ മാത്രമേ ഞാൻ ട്രേഡിലേക്ക് പ്ലാൻ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം എന്റെ സ്കാൽപ്പ് ട്രേഡ് വന്നിട്ടുള്ളതും. ഈവൻ ദോ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്കാൽപ്പുകൾ മാത്രമേ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്റെ വ്യൂ ഇങ്ങനെയാണ് എന്ന് ഷെയർ ചെയ്തതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അഗെയിൻ നാളത്തേക്ക് മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ റേഞ്ച് ബാങ്ക് നിഫ്റ്റി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഓൺ ദ ലോവർ സൈഡ് അഗെയിൻ 47,800 തന്നെയാണ്. ബട്ട് സ്കാൽപ്പിനുള്ള ലെവൽ ഒരു 150 പോയിന്റ്സിന്റെ സ്കാൽപ്പിനുള്ള ലെവൽ നമുക്കവിടെ ബാങ്ക് നിഫ്റ്റി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിലേക്ക് പോകാം, ചാർട്ടിലേക്ക് പോകാം, എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിന്റെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ്. ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഓൺ ദ ലോവർ സൈഡ് സ്കാൽപ്പിലുള്ള ലെവലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബ്രോഡർ റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലെവലിനെയാണ്. ആൻഡ് അപ്പർ സൈഡിലേക്ക് ഇത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് ബാങ്ക് നിഫ്റ്റി ഹൈനെ ബ്രേക്ക് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ടാണ് ഹൈനെ ബ്രേക്ക് ചെയ്യുന്നത് അല്ലേ. ബട്ട് നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളുടെ കാര്യങ്ങൾ ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ, അതായത് 11:25 ആ ഒരു സമയത്ത് എത്തിയപ്പോഴേക്ക് എന്തായിട്ടുണ്ട്, നിഫ്റ്റി ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിനെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റിന് അങ്ങോട്ടേക്ക് ഷാർപ്പായിട്ട് നിഫ്റ്റി എത്തിയിട്ടുണ്ട്. ബട്ട് ഇവിടെ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ നമ്മൾ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു പോയിന്റിൽ ഓക്കെ 1.6 ഞാൻ പറഞ്ഞത്. ഇഫ് എനിവൺ ഇൻ ലോങ് ഐ തിങ്ക് ദിസ് ഇസ് എ ടൈം ഓർ കീപ് സ്ട്രിക്ട് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 1.6. നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ നോക്കിയേ, ഇതാണ് 1 മണി കഴിഞ്ഞിട്ട് 1.5 ഉണ്ടാവുന്ന ക്യാൻഡിൽ. ഈ ഒരു പോയിന്റിലാണ് ഞാൻ എന്ത് പറയുന്നത്, ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ബാങ്ക് നിഫ്റ്റിക്ക് ഇവിടെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് അഗെയിൻ ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാനിന്ന് നോക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. ആ ഒരു സമയത്ത് HDFC ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ HDFC ബാങ്ക് പ്രോപ്പറായിട്ട് 1 മണി എന്നുള്ള സമയം ഈ ഒരു സമയമാണ്. ഇവിടെയാണ് കിടക്കുന്നത്, ലോവർ സൈഡിലാണ് HDFC ബാങ്ക് കിടക്കുന്നത്. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, TCS നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ എന്തായിരുന്നു, ബുള്ളിഷ് ആയിട്ടില്ല. ഷാർപ്പ് നെഗറ്റീവ് ആണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ബട്ട് ബുള്ളിഷ് ആവുന്നുണ്ടായില്ല എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ ഇവിടെയൊക്കെ നമ്മൾ ഇന്നലെ ക്ലിയർ ആയിട്ട് നമ്മൾ ഇൻഫീഡ് അനാലിസിൽ പറഞ്ഞിട്ടുള്ള ലെവലാണിത്. ഇതിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ വീക്ക്നെസ് തന്നെയാണെന്നുള്ളത്. ബട്ട് നിഫ്റ്റി സം റീസൺസ് മുകളിലേക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് അത് പോകാനും പറ്റുന്നില്ല. സോ ഈ ഒരു HDFC മാത്രം നോക്കിയിട്ടാണ് ഞാൻ അവിടെ ഒരു ബുക്ക് ചെയ്യാണ്ട് ഒരു ആവശ്യം പറയണത്, നിങ്ങളടുത്ത് ബുക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് വീണു എന്നുള്ളതാണ്. അഗെയിൻ എന്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിലൊക്കെ
ലെവലൊക്കെ വെച്ചിട്ട് ചെറിയ സ്കാൽപ്പ് ട്രേഡ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് മുകളിലേക്ക്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ഷോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ക്യാൻഡിലെ കണ്ട് ഞാനത് കട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് എന്നെ സംബന്ധിച്ചൊരു റേഞ്ചാണ്, ഇത് അഗ്രസീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു റേഞ്ച് അല്ല എനിക്ക്. ഞാൻ അതുകൊണ്ട് എൻ്റെ കോൺഫിഡൻസ് എന്താണോ അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ലൈവ് മാർക്കറ്റിൽ ഞാൻ ട്രേഡ് ചെയ്യാറ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ അനാലിസുകൾ നമ്മൾ കേട്ടാലും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്താലും നമ്മളുടെ കോൺഫിഡൻസിന്റെ പുറത്തായിരിക്കും നമ്മുടെ ട്രേഡുകൾ പോകുക അല്ലേ. സോ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു മാർക്കറ്റിൽ ഞാൻ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, വൺസ് SL ആണ് ഹിറ്റ് ആവുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവുന്നുള്ളതാണ്. മേ ബി നിങ്ങളിൽ പല ആൾക്കാരും അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് അറിയാമല്ലോ നമുക്ക് ആരൊക്കെയാണ് ഒരേ ഒരു വേവ് ലെങ്ത്തിലുള്ള ആൾക്കാർ എന്നുള്ളത്. സോ എൻ്റെ അനാലിസിസ് അല്ലാതെ പോയിട്ട് ആവശ്യമില്ലാത്ത ട്രേഡുകൾ ഞാൻ പ്ലാൻ ചെയ്തിട്ട് SL കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. അങ്ങനെയുള്ള ദിവസങ്ങളാണ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്കുകൾ ഒരുപാട് സംഭവിക്കുന്നത്. ഒരുപാട് ട്രേഡുകൾ ഞാൻ ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂഷ്വലി എടുക്കുന്നതിനേക്കാളും വലിയ ലോസുകൾ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള സിനാരിയോസ് ഉണ്ടാകുമ്പോഴാണ്. എൻ്റെതല്ലാത്തൊരു ട്രേഡ് ആവശ്യമില്ലാത്ത തോന്നലിൻ്റെ പുറത്തൊക്കെ ട്രേഡിനെ പ്ലാൻ ചെയ്തു, SL കിട്ടി, അന്നത്തെ ദിവസം പിന്നെ തീർന്നതാണ്. അന്ന് പിന്നെ യുദ്ധമായിരിക്കും ഞാൻ മാർക്കറ്റിൽ ചെയ്യുക. അത് അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട് എന്നുള്ളതാണ്. സോ മേ ബി നിങ്ങളും ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. 15 മിനിറ്റ് ചാർട്ടിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെവൽസിനെ ഇങ്ങോട്ടൊന്ന് മാറ്റി ഷിഫ്റ്റ് ചെയ്യാം. അതായത് 47,970 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 47,970 ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലാണ്, 250 എന്നുള്ള ലെവൽ. സോ ഈ ഒരു എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു 280 പോയിന്റ്സ് ഒരു ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ച് അടങ്ങിയിരിക്കേണ്ട ലെവൽ തന്നെയാണ്. എസ്പെഷ്യലി നാളെ എക്സ്പയറി കൂടി ആയതുകൊണ്ട് ഇതിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം DK മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനത് ഷാർപ്പായിട്ട് DK ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു ക്യാൻഡിലൊക്കെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ DK സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു റേഞ്ചിൽ വലിയ അഭ്യാസങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ 1/3 ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. കാരണം ഇത് സെല്ലേഴ്സിന്റെ റേഞ്ചാണ്. ആ റേഞ്ചിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് അഭ്യാസങ്ങളൊന്നും നടക്കൂല എന്നുള്ളതാണ്. ഇനി ഈ ഒരു റേഞ്ചിനെ കുറച്ച് സമയം നിന്നിട്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാർഗറ്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഇവിടുന്ന് കുറച്ച് സമയം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യണം. അതിനുശേഷം ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാർഗറ്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് എഗെയിൻ ഞാൻ പറയുകയാണ്, 48,000 താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ട്രാപ്പ് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പറയാനുള്ള കാരണം സ്റ്റോപ്പ് ലോസിനെ സ്ട്രിക്റ്റ് ആയിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കാരണം 48,000 താഴെ ഒന്ന് ട്രാപ്പായിട്ട് പുതിയ ബയേഴ്സിനെ, അഗ്രസീവ് ആയിട്ടുള്ള ബയേഴ്സിനെ മാർക്കറ്റ് മുകളിൽ ട്രാപ്പാക്കിയതിന് ശേഷമായിരിക്കും മേ ബി മാർക്കറ്റ് താഴത്തേക്കുള്ള ജേണി സ്റ്റാർട്ട് ചെയ്യാം. സോ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണം എന്നുള്ളതാണ്. ആൻഡ് 47,800 താഴെ പ്രോപ്പറായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ നല്ലൊരു ഫോളോ നമുക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ചിന്തയും കൂടി മനസ്സിലുണ്ടാവണം. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലൊക്കെ 47,500 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട്. സോ ആ ഒരു ലെവലിനെയും കൂടി പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇനി നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നാളത്തേക്ക് നമ്മൾ നിഫ്റ്റിയിൽ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, നിഫ്റ്റിയിൽ നാളെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 490 എന്നുള്ള ഈ ഒരു പോയിന്റ് ആയിരിക്കും. 490 ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 550 എന്നുള്ള ലെവലാണ്. സോ മുകളിലേക്ക് നമുക്ക് ഈ ഒരു ടാർഗറ്റ് എന്താ നമുക്ക് ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിൽ ടാർഗറ്റിനെ പ്ലാൻ ചെയ്യാം. ആൻഡ് ലോവർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22,444 എന്നുള്ള ലെവലിനെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാം. ആൻഡ് ഇന്നത്തെ ഡേ ലോ ആണത്. ആൻഡ് ആ ഒരു ലോയിന്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 350, 360 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ 550യുടെ മുകളിൽ ഒരു 50 പോയിന്റ്സിന്റെ ടാർഗറ്റിനെ മാത്രമേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ആൻഡ് അതിന്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ബാങ്ക് നിഫ്റ്റിയും കൂടി പെർഫോം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്കൊരു മൂവ് അവിടെ കാണാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് നമ്മളുടെ HDFCയുടെ ചാർട്ടിൽ നമ്മൾ എന്താണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് തന്നെയായിരുന്നു. താഴത്തേക്ക് ഈ ഒരു ലെവലും മുകളിലേക്ക് ഈ ഒരു ലെവലുമാണ് ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. താഴത്തേക്കുള്ള ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ബട്ട് ഒരിക്കലും മാർക്കറ്റിന് എന്താകാൻ പറ്റുന്നില്ല, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, എഗെയിൻ ഞാൻ HDFCയുടെ കേസിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴെ നിൽക്കും 1460 എന്നുള്ള ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ ഞാനൊരു സൂപ്പർ അഗ്രസീവ് ആയിരിക്കില്ല അതിനകത്ത്. ആൻഡ് 1460 വാച്ച് ചെയ്യുക. അതിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ട് ലോങ്ങിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. ഇവൻ ദോ ഇതിനകത്തും കൂടിയാണ് ഞാൻ പറയുന്നത്, നിഫ്റ്റിയിലും കൂടി, നിഫ്റ്റി ബാങ്കിലും കൂടിയാണ് ഞാൻ പറയുന്നത് അഗ്രസീവ് ആയിട്ടുള്ള ലോങ്ങിനെ നിഫ്റ്റി ബാങ്കിലും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. ആൻഡ് അതുപോലെ തന്നെ ICICI നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ലെവൽസ് നമ്മൾ നോക്കേണ്ടത്? ഓൺ ദ ലോവർ സൈഡ് 112 എന്നുള്ള ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഞാൻ ബേസ് ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു ബേസ് ആയിട്ട് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ക്ലിയർ ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല.
ബട്ട് ഇവിടെ നമ്മൾ അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3-3 എന്നുള്ള ലെവൽ ഉണ്ടല്ലോ, ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ഷാർപ്പ് മൂവ് ആണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രോപ്പറായിട്ട് 50 എന്നുള്ള ലെവലിലേക്കൊക്കെ എത്താനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. എഗെയിൻ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്ക് മാത്രമാണ് കമ്പാരിറ്റീവ്ലി കുറച്ചെങ്കിലും നല്ല രീതിയിൽ ഒന്ന് പെർഫോം ചെയ്തിട്ടുള്ളത്. താഴേക്ക് ഒന്ന് ചെറുതായിട്ട് വന്നു, എഗെയിൻ മുകളിലേക്ക് കയറി. ആൻഡ് എഗെയിൻ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ SBI കൂടി പറയേണ്ടതുണ്ട് കേട്ടോ. SBI അത്യാവശ്യം മോശമില്ലാണ്ട് SBI മാത്രം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം SBI ഇന്ന് രാവിലെ മുതലേ പിന്നെ ഹയർ ലെവൽ തന്നെ ഹോൾഡ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. എഗെയിൻ ആക്സിസ് ബാങ്കിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിൽ നമ്മൾ ആസഫിന് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ബേസ് ലെവലായിട്ട് എടുത്തുള്ളത് 1136 എന്നുള്ള ലെവൽ തന്നെയാണ്. ഇതിന്റെ മുകളിലേക്ക് ഇതിന്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എഗെയിൻ അപ്പർ സൈഡിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ടാർഗറ്റ് 1145 എന്നുള്ള ലെവൽ, അതിന്റെ മുകളിലേക്ക് പോയാൽ മാത്രമേ ഫോർ ദ അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റം അവിടെ ഉണ്ടാവുകയുള്ളൂ. എഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റ് ആയിട്ടുണ്ടായിട്ടുള്ള ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. അതായത് പിന്നെ 1690 എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം. 1690 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. എഗെയിൻ ഇൻഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് ആയിട്ട് 1440 എന്നുള്ള ലെവലിനെ തന്നെ ഹെഡ്ലൈറ്റ് ചെയ്യാൻ എടുക്കുന്നത്. 1440 മുകളിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ബൈങ് സൈഡിലേക്കുള്ള മൊമെന്റത്തിനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് 1430 എന്നുള്ള ഈ ഒരു പോയിന്റ് ആണ്. 1430 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു വീക്ക്നസ് അവിടെ കാണാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. എഗെയിൻ TCSലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അപ്പർ സൈഡിലേക്ക് ഞാൻ എടുക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 3825 എന്നുള്ള ലെവലിനെ തന്നെയാണ്. അതിന്റെ മുകളിലേക്ക് വന്നാൽ മാത്രമേ അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റത്തിനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. എഗെയിൻ റിലയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് ആസ് ഓഫ് നൗ ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം ലെവലിലാണ് 2855 എന്നുള്ള ലെവൽ. 2855 മുകളിലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു പിന്നെ സൈഡ് വേസ് ടു ബുള്ളിഷ് തന്നെയായിരിക്കും മൊമെന്റം ഉണ്ടാവുക. സോ ആ ഒരു ലെവലിനെയും കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ എന്തായാലും നിർബന്ധമായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.